എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മില്ലറ്റ് കൊണ്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബോൾ പോലെ പൊങ്ങി വരുന്ന ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മില്ലറ്റിൻ്റെ മാവ് കൊണ്ട് പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സെയിം മാവ് കൊണ്ട് തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്കൊരു 3 കപ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പ് 250 ml ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടുന്നത് നെയ്യാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് ഓപ്ഷണലാണ്. അപ്പം നെയ്യും കൂടെ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പ്രത്യേക ഒരു മണമൊക്കെ കിട്ടും. അതിനായിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നീരാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവ് കുഴയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവെടുത്ത സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് കുഴയ്ക്കാനായിട്ട് നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. പക്ഷേ കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അത് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് നല്ലതുപോലെ മാവ് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കണം. ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കുമ്പം എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഞാനൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി മാവ് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചപ്പാത്തി മതിയെങ്കിൽ ചെറിയ ഉരുളകളായിട്ട് എടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ഉരുള എടുത്ത് ഒരു ചപ്പാത്തി പലകയിലോട്ട് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മില്ലറ്റിൻ്റെ പൊടി തന്നെയാണ് അത് പരത്താനായിട്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ പരത്തി നമ്മൾ സാധാ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ലെയർ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ മടക്കിയൊന്നും വേണ്ട. നമ്മൾ സാധാ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നല്ലതുപോലെ ചൂടായ ദോശക്കല്ലിലോട്ട് നമുക്ക് പരത്തിയ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കുമിളകൾ വരുന്നത് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 20 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ചപ്പാത്തി നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്കതിലോട്ട് നെയ്യാണോ എണ്ണയാണോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് തേച്ച് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചപ്പാത്തിയുടെ 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നെയ്യും എണ്ണയും തേക്കുണ്ടെങ്കിൽ അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ചപ്പാത്തി കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. മില്ലറ്റിൻ്റെ ചപ്പാത്തി ആകുമ്പം നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചപ്പാത്തിയുടെ 2-3 റെസിപ്പികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം മില്ലറ്റിൻ്റെ ചപ്പാത്തി നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കത് കണ്ടത് മുറിച്ചെടുക്കുമ്പോഴൊക്കെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ലെയർ പോലുള്ള ചപ്പാത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.